ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് വേൾഡ്. ആദ്യം തന്നെ ഒരു ഹെയർ ബാൻഡ് എടുത്ത് ബ്ലൂ കളർ സാറ്റിൻ റിബൺ വെച്ച് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ബ്ലൂ കളർ സാറ്റിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. സാറ്റിൻ റിബൺ 6 ഇഞ്ച് നീളത്തിലുള്ള പീസായിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് 11 ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ 11 പീസസ് ഇതുപോലെ 6 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കുക. 11 ഫ്ലവേഴ്സിന് വേണ്ടി 11 പീസസ് മുറിച്ചെടുത്തിട്ടുണ്ട്. 6 ഇഞ്ചാണ് നീളം. റിബണിൻ്റെ മുറിച്ച സൈഡ് വിട്ട് വരാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ മുറിച്ചെടുത്ത എല്ലാ പീസസും അതുപോലെ സൈഡൊന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ത്രെഡ് എടുക്കുക. നോർമൽ ത്രെഡ് ആയാലും മതി. ത്രെഡിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുക്കുക. അതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തുന്നിയെടുക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് ഞാനിവിടെ തുന്നി തുടങ്ങുന്നത്. അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് വേണം തുന്നിയെടുക്കാൻ. ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് തുന്നിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റിബണിൻ്റെ ലാസ്റ്റ് വരെ തുന്നിയതിന് ശേഷം നമുക്ക് ആദ്യം ഒരു 1/2 ഇഞ്ച് വിട്ടില്ലായിരുന്നോ, ആ ഒരു ഗ്യാപ്പിലും കൂടെ തുന്നി കൊടുക്കണം. നൂല് കട്ട് ചെയ്യാതെ തന്നെ ആ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട സ്ഥലത്തും കൂടെ 1-2 സ്റ്റിച്ചസ് കൊടുത്ത് സൂചി മുകളിലേക്ക് വലിച്ചെടുക്കണം. ഇനി ത്രെഡ് ചെറുതായിട്ട് വലിച്ചു കൊടുക്കണം. ഒത്തിരി ശക്തിക്ക് വലിക്കരുത്, പൊട്ടിപ്പോകും. ചെറുതായിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചുരുങ്ങി വരുന്നതായിട്ട് കാണാം. പെറ്റൽസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് പതുക്കെ വലിച്ചെടുക്കുക. ഫ്ലവറിൻ്റെ ഷേപ്പിലായതിനു ശേഷം സൂചി പുറകിലേക്ക് കുത്തിയെടുക്കണം. ബാക്ക് സൈഡിലേക്ക് കുത്തിയെടുത്ത് അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഈ ചാനലിൽ ഇതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് കൂടുതലും ഇടാൻ നോക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പെറ്റൽസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. ഫ്ലവറിൻ്റെ നടുക്ക് സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നടുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നൂല് വെച്ച് തുന്നിയും കൂടെ വെക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. 11 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഹെയർ ബാൻഡിൽ അത് ഒട്ടിച്ചു കൊടുക്കണം. ഹെയർ ബാൻഡിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇതുപോലെ അളന്ന് നോക്കുന്നത്. 15 ഇഞ്ചാണ് ലെങ്ത്ത് ഹെയർ ബാൻഡിൻ്റെ. അപ്പോൾ 7.5 ആണ് മിഡിൽ പോയിൻ്റ്. ആ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. മിഡിൽ പോയിൻറ്റിൽ ആദ്യം നമ്മൾ ഫ്ലവർ ഒട്ടിക്കും. അത് കഴിഞ്ഞിട്ടാണ് സൈഡിലേക്ക് ഫ്ലവർ ഒട്ടിക്കുന്നത്. മിഡിൽ പോയിൻറ്റിൽ ഗ്ലൂ ഗൺ വെച്ച് ഗ്ലൂ തേക്കുക. ഒരു ഫ്ലവർ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. 11 ഫ്ലവേഴ്സ് ആയിരുന്നല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അതിലൊരു ഫ്ലവർ നമ്മൾ ഒട്ടിച്ചു. ഇനി ബാക്കി 2 സൈഡിലേക്കും 5 ഫ്ലവർ വീതം ഒട്ടിച്ചു കൊടുക്കണം. കറക്റ്റ് ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്.
ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.